കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൽ അന്വേഷണത്തിന് ദേശീയപാത അതോറിറ്റി NHAIയുടെ 3-അംഗ സംഘം സംഭവം അന്വേഷിക്കും. ഇന്ന് തന്നെ അന്വേഷണം ആരംഭിക്കാനാണ് കളക്ടറുടെ നിർദ്ദേശം. അരുൺരാജ് വിശദാംശങ്ങളുമായി. അരുൺരാജ്, കളക്ടറുടെ നേതൃത്വത്തിൽ വിശദമായി തന്നെ യോഗം ചേർന്നിരുന്നു. ഇപ്പോഴുണ്ടാകുന്ന തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? അന്വേഷണ സമിതിയിൽ എല്ലാ വകുപ്പുകളും എല്ലാ വിഭാഗക്കാരും ഉണ്ടാകുമോ? അനുജ, 2-അംഗ സംഘമാണ് ഇത് അന്വേഷിക്കുക. 2-അംഗ ടീമായിട്ടാണ് ഇത് അന്വേഷിക്കുക. ഒന്ന് ദേശീയപാത അതോറിറ്റിയുടെ സംഘം ഈ സംഭവം അന്വേഷിക്കും എന്നുള്ളതാണ് കളക്ടർ പറയുന്നത്. അതിൽ 3-അംഗ ടീമായിരിക്കും ഉണ്ടാവുക. അതുകൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംയുക്ത അന്വേഷണത്തിനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ സംയുക്ത അന്വേഷണത്തിൽ ഉണ്ടാകുന്നവർ സംസ്ഥാന ജിയോളജിസ്റ്റ്, അതുപോലെ തന്നെ ജില്ലാ ജിയോളജിസ്റ്റ്, സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ വിവിധ വാട്ടർ അതോറിറ്റി, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരടക്കം ഈ സംഘത്തിൽ ഉണ്ടാകും. ഈ സംയുക്ത സമിതിയുടെ റിപ്പോർട്ട് നാളെ തന്നെ കളക്ടർ മുമ്പാകെ എത്തുകയും ചെയ്യും എന്നുള്ളതാണ് നിലവിൽ കളക്ടർ പറയുന്നത്. എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയായി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന തുടരുകയാണ്. ഈ കൺസ്ട്രക്ഷൻ കമ്പനി ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ യാതൊരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കളക്ടർ വ്യക്തമാക്കുന്നത്. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അപകടത്തിന്റെ കാരണം വ്യക്തമാക്കാൻ കഴിയൂ എന്നാണ് NHAIയും ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായ പരിശോധനകളാണ് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡിസംബർ 8 കൂടി മാത്രമേ ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്ന കാര്യം കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഈ വോട്ടെടുപ്പിന് മുമ്പ് ഗതാഗതം പുനഃസ്ഥാപിച്ച് തുറന്നു കൊടുക്കും. കൂടുതൽ ട്രാഫിക് വാർഡന്മാരെ അടക്കം അവിടെ വിന്യസിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കുക. എന്തായാലും സ്ഥലത്ത് നിന്ന് കൂടുതൽ മറ്റ് സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അപകടത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കൂടി പരിശോധന നടത്തും. 3 ഇടങ്ങളാണ് ഇത്തരത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. മേവറം, കടവൂർ, പറക്കുളം എന്നീ ഭാഗങ്ങളിൽ കൂടി സംയുക്ത പരിശോധനയുടെയും ദേശീയപാത അതോറിറ്റിയുടെയും ഭാഗത്തുനിന്ന് പരിശോധന ഉണ്ടാകും എന്നുകൂടി കളക്ടർ വ്യക്തമാക്കി. മൈലക്കാട് ദേശീയപാത തകർന്നതിന്റെ അന്വേഷണം, അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ അരുൺരാജ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.